ഹമാസ് എന്നുള്ള ഓർഗനൈസേഷനായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയുക ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ആ ഒരു കോസിന് വേണ്ടി നിൽക്കുന്ന ഓർഗനൈസേഷൻ. അവർ ആംഡായിരുന്നു, അവർക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന കേഡേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ലീഡർഷിപ്പ് മുഴുവൻ പോയല്ലോ. അവരുടെ ഏറ്റവും വലിയ ലീഡേഴ്സായിട്ടുള്ള യഹിയ സിൻവറും ഇസ്മായിൽ ഹനിയും അടക്കമുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞു. ഖലിദ് മെഷൽ എന്ന് പറഞ്ഞത് കുറേ മുമ്പേ റിട്ടയർഡ് ലൈഫ്, ഓൾമോസ്റ്റ് റിട്ടയർഡാണ്, ഖത്തറിലാണ്, നോട്ട് വിത്തിൻ ഗസേൻ്റെ അകത്ത് യഹിയ സിൻവർ ലീഡർഷിപ്പ്, പിന്നെ മുഹമ്മദ് ദാവൂദ്, അവരെല്ലാവരും മരിച്ചു കഴിഞ്ഞു, അവരൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓർഗനൈസേഷൻ റീഗ്രൂപ്പ് ചെയ്യാൻ ഇനിയും സമയം എടുക്കുമായിരിക്കും. ആ റീഗ്രൂപ്പിങ്ങിൻ്റെ സമയം ഐഡിയോളജി ഒരിക്കലും മരിക്കത്തില്ല. ഐഡിയോളജിനെ അങ്ങനെ നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഐഡിയോളജി അത് എന്ത് ഐഡിയോളജി ആണെങ്കിലും, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതെല്ലാം ഒരു റിലേറ്റീവാണ്. അപ്പോൾ ആ ഐഡിയോളജി നിൽക്കും, വേണമെങ്കിൽ നാളെ റീഗ്രൂപ്പ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ തൽക്കാലം ഇപ്പോൾ എന്തായാലും റീഗ്രൂപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഇസ്രായേലിൻ്റെ മൊസാദ് നമുക്കറിയാമല്ലോ, വേൾഡ് ഏറ്റവും വലിയ സ്പൈ ഏജൻസിയാണ്. മൊസാദ് എന്ന ഓർഗനൈസേഷൻ ഈ ഗസയുടെ അകത്തും കുറേ ഇസ്ലാമിക് ഗ്രൂപ്പ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇസ്ലാമിക് ഗ്രൂപ്പ്സ് ഹമാസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഗ്രൗണ്ടിനകത്ത്. ആ ഒരു സാധനത്തിലാണ് ഇപ്പോഴും അവർ ഇസ്രായേൽ ആർമി IDF പോയിട്ട് അവിടെ അറ്റാക്ക് ചെയ്യുന്നത്.